നമസ്തേ. മത്സ്യാവതാരം ദശകം 32 ശ്ലോകം 1. ശ്ലോകം 1. പുരാ ഹയഗ്രീവ മഹാസുരേണ ഷഷ്ടാന്തരാദ്യോദകാണ്ഡകൽപേ നിദ്രോന്മുഖബ്രഹ്മമുഖാദ്രിദേശു വേദേഷു ദിൽസക്കില മത്സ്യരൂപം. ശ്ലോകം 2. സത്യവ്രതസ്യ ദ്രമിളാദിഭർത്തുർ നദീജലേ തർപ്പയതസ്തദാനീം കരാഞ്ജലോ സഞ്ജലിതാകൃതിസ്ത്വാ അദൃശ്യതാ കശ്ചന ബാലമീനഃ. ശ്ലോകം 3. ക്ഷിപ്തം ജലേ ത്വാം ചകിതം വിലോക്യ നിന്നേംബുപാത്രേണ മുനിസുഗേഹം സ്വത്പൈരഹോഭി കലശീം ച കൂപം വാഭീം സരസ്യാനശിഷേ വിഭോത്വം. ശ്ലോകം 4. യോഗപ്രഭാവാദ്ഭവദാഗ്നയൈവ നീതസ്തദസ്തും മുനിനാ പയോധിം പൃഷ്മോ മുനാ കൽപ്പതി ദൃക്ഷുമേനം സപ്താഹമാസ്വേദി വദന്നയാസി. ശ്ലോകം 5. പ്രാപ്തേ തുദുക്തേ ഹനിവാരിധാര പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്രഃ സപ്തർഷഭി സാർദ്ധമഭാരവാരി ഉദ്ഗൂർണമാന ശരണം യയോ ത്വാം. ശ്ലോകം 6. ധരാം ത്വദാദേശകരീമവാപ്താം നൗരൂപിണീമാരുരുഹുസ്തദാ തേ തത്കമ്പകംപ്രേഷു ജതേഷു ഭൂയ സ്വമംബുധേരാവിരാവൂർമഹീയാൻ. ശ്ലോകം 7. ജശാകൃതിയോജനലക്ഷദീർഘം ദദാനമുച്ചൈസ്തരതേജസം ത്വാം നിരീക്ഷ്യ തുഷ്ടാ മുനിയസ്തു ദുഃഖ്യാ ത്വത്തുംഗശൃംഗേ തരണിം ബബന്ധു. ശ്ലോകം 8. ആകൃഷ്ടനൗഗോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗദ്വിഭാഗാൻ സംസ്തൂയമാനോ നൃവരേണ തേന ജ്ഞാനം പരം ചോപദിശന്നചാരിഃ. ശ്ലോകം 9. കൽപ്പാവധോ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രതഭൂമിഭം തം വൈവസ്വതാഖ്യം മനുമാദദാന ക്രോധാഹയഗ്രീവമഭിദ്രുതോ ഭോ. ശ്ലോകം 10. സ്വത്തുംഗശൃംഗക്ഷതവക്ഷസം തം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ജയേ പ്രീതഹൃദേ ദദാനഃ പ്രഭഞ്ജനാകാരപദേ പ്രഭായഃ. ഭഗവാന്റെ മത്സ്യാവതാരത്തെ പറ്റിയുള്ള പൂർണ്ണമായ വിവരമാണ് മേൽപ്പത്തൂർ ഇതിലൂടെ നൽകുന്നത്. 6ാമത്തെ മന്വന്തരമായ ചാക്ഷുഷ മന്വന്തരത്തിൻ്റെ അവസാനത്തിലുണ്ടായ നൈമിത്തിക പ്രളയത്തിൽ ഉറങ്ങാൻ തുടങ്ങിയ ബ്രഹ്മാവിൻ്റെ മുഖത്തിൽ നിന്ന് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നീ 4 വേദങ്ങളെയും ഹയഗ്രീവനെന്ന മഹാസുരൻ മോഷ്ടിച്ചു. ആ സന്ദർഭത്തിൽ ഭഗവാൻ മഹാവിഷ്ണു മത്സ്യാവതാരം സ്വീകരിക്കുവാൻ ആഗ്രഹിച്ചു അത്രേ. എന്നിട്ടെന്താണ് പിന്നീട് നടന്നത് എന്നാണ്. ഒരിക്കൽ കൃതമാല നദിയിൽ തർപ്പണം ചെയ്യുന്ന ദ്രമിള രാജാവായ സത്യവ്രതൻ്റെ കൈക്കുമ്പിളിലെ ജലത്തിൽ മിന്നിത്തിളങ്ങുന്ന രൂപത്തിലുള്ളൊരു മത്സ്യക്കുഞ്ഞിനെ ഭഗവാൻ കണ്ടു. ഭാഗവതത്തിൽ ദ്രവിഡദേശത്തിലെ രാജാവായിട്ടാണ് സത്യവ്രതനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. അവർ അർഘ്യം സൂര്യൻ നൽകുമ്പോൾ ആ കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് സമർപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് മത്സ്യക്കുഞ്ഞിനെ രാജാവ് കയ്യിൽ കാണുന്നത്. ഉടനെ ആ മത്സ്യക്കുഞ്ഞിനെ ഒരു പാത്രത്തിലാക്കുകയാണ്. രാജർഷിയായ സത്യവ്രതൻ അദ്ദേഹം രാജാവാണെങ്കിലും ഋഷിതുല്യനായിരുന്നെന്ന് കാണിക്കുവാനാണ് രാജർഷി എന്ന അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നത്. ജലതർപ്പണം ചെയ്യുന്നതിനിടയിൽ കൈക്കുമ്പിളിലെ മത്സ്യക്കുഞ്ഞിനെ നദീജലത്തിൽ നിക്ഷേപിച്ചു. അപ്പോൾ മറ്റു വലിയ മത്സ്യങ്ങളോടൊപ്പം കഴിയാൻ പ്രയാസമാണെന്ന് ചിന്തിയാൽ ഭയപ്പെട്ട ഭഗവാനെ കണ്ടിട്ട് നദീജലത്തിൽ നിന്ന് മത്സ്യക്കുഞ്ഞിനെ തൻ്റെ ജലപാത്രത്തിലാക്കി വീട്ടിലേക്ക് കൊണ്ടുവന്നു.
ഇവിടെ മത്സ്യക്കുഞ്ഞിനെ ഗുരുവായൂരപ്പനാണെന്ന് സങ്കല്പിക്കുകയാണ് ഭട്ടതിരിപ്പാട്. കുറച്ച് ദിവസങ്ങൾക്കകം മത്സ്യം കുടം, കിണർ, കുളം, തടാകം എന്നിവയിൽ വളർന്ന് വ്യാപിച്ചു നിൽക്കുന്ന കാഴ്ച രാജാവിനെ അത്ഭുതപ്പെടുത്തി. സർവവ്യാപിയായ മഹാവിഷ്ണു ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് സ്വാഭാവികം മാത്രം. ആ മത്സ്യം ഇങ്ങനെ വലുതാവും തോറും അതിനെ അടക്കം ചെയ്തതായ പാത്രം അല്ലെങ്കിൽ കുളം അല്ലെങ്കിൽ നദി അതിങ്ങനെ മാറ്റിത്തുടങ്ങി. അങ്ങനെ അത് വളർന്ന് വലുതായി എന്നാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം സത്യവ്രത രാജർഷി യോഗബലത്താൽ സമുദ്രത്തിലേക്ക് മത്സ്യക്കുഞ്ഞിനെ ആനയിച്ചു. ഭഗവാൻ സത്യവ്രതൻ്റെ അഭ്യർത്ഥനയെ മാനിച്ച് പ്രളയം കാണുവാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹത്തോട് 7 ദിവസം വരെ കാത്തിരിക്കുവാൻ പറഞ്ഞ് അപ്രത്യക്ഷനായി. അപ്പോൾ കൽപ്പാന്ത പ്രളയം വരാൻ 7 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ സത്യവ്രത മഹാരാജാവിന് എങ്ങനെയാണ് പ്രളയമുണ്ടാകുന്നത് കാണാനുള്ള ആഗ്രഹം ഉണ്ട്. അത് കാണിച്ചു തരാമെന്ന് ഭഗവാൻ പറഞ്ഞു. ഭഗവാൻ പറഞ്ഞ ദിവസം വന്നപ്പോൾ ഭൂമി മുഴുവൻ പ്രളയജലത്തിൽ മുങ്ങി. സത്യവ്രത രാജർഷി സപ്തർഷികളോടൊപ്പം കര കാണാത്ത പ്രളയജലത്തിൽ ചുറ്റിത്തിരിഞ്ഞ് ഭഗവാനെ ശരണം പ്രാപിച്ചു. പ്രകൃതിയിലെ സംഭവങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ഭഗവാൻ തന്നെയാണെന്ന് ഭഗവത്ഗീതയിലെ രാജവിദ്യാ രാജഗുഹ്യ യോഗത്തിൽ ശ്രീകൃഷ്ണൻ പ്രസ്താവിച്ചിട്ടുണ്ട്. തപാമ്യഹം വർഷം നിഗൃഹണാ മൃത്യുജാ നിജ അമൃതം ചൈവമൃത്യുശ്ച സദസച്ചാഹം അർജുന. അർജുന, ഞാൻ ലോകത്തിന് ചൂട് നൽകുന്നു, മഴയെ തടഞ്ഞു നിർത്തുന്നതും പെയ്യിക്കുന്നതും ഞാൻ തന്നെ, അമരത്വവും മരണവും സത്തും അസത്തും ഞാൻ തന്നെയാണ്. ഇപ്പോൾ പ്രകൃതിയെ നമ്മൾ വല്ലാതെ ചൂഷണം ചെയ്താൽ ഭഗവാൻ ഇടപെടും എന്നതിൻ്റെ സൂചനയാണ് ഇതിൽ പറയുന്നത്. ഭഗവാൻ എങ്ങനെ ഇടപെടുന്നത്? ചൂട് വർദ്ധിപ്പിച്ചും മഴയധികം പെയ്യിപ്പിച്ചും തണുപ്പ് കൂട്ടിയിട്ടുമാണ് നമ്മുടെ ശ്രദ്ധ ആ യഥാർത്ഥ ഇതിലേക്ക് നയിക്കുന്നത് എന്നാണ് പറയുന്നത്. സത്യവ്രത രാജർഷിയും സപ്തർഷികളും ഭഗവാന്റെ നിർദ്ദേശപ്രകാരം തോണിയുടെ രൂപത്തിൽ വന്ന ഭൂമിയിൽ കയറിയിരുന്നു. ഈ സമയത്ത് ഭൂമിദേവി ഒരു തോണിയുടെ രൂപത്തിൽ മാറി. അപ്പോൾ അതിൽ സത്യവ്രത രാജർഷിയും സപ്തർഷികളും കയറി. പ്രളയജലത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഭയങ്കരമായ തിരമാലകളാൽ തോണി വല്ലാതെ ഇളകിക്കൊണ്ടിരുന്നു. രാജർഷിയും ഋഷികളും ഭയന്ന് വിറച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ ഏറ്റവും വലിയ മത്സ്യമായി അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ആ പ്രളയജലമല്ലേ, ധാരാളം തിരമാലകൾ ഇങ്ങനെ അടിച്ചിങ്ങനെ വരുന്ന സമയത്ത് ഈ തോണി ഉയർന്നും പൊങ്ങിയുമൊക്കെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ഭഗവാൻ വളർന്ന് വലിയ മത്സ്യരൂപത്തിലായി മാറി എന്നാണ് പറയുന്നത്. രാജർഷിയും സപ്തർഷികളും വളരെയധികം വലിപ്പമുള്ള മത്സ്യരൂപത്തെ ധരിച്ച മഹാതേജസ്വിയായ ഭഗവാനെ ദർശിച്ച് ആനന്ദത്തിൽ ആറാടി. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം തോണിയെ മത്സ്യത്തിൻ്റെ കൊമ്പിൽ ബന്ധിച്ചു. അപ്പോൾ ഭഗവാന്റെ വലിയ രൂപം കണ്ടിട്ട് അത് ഗുരുവായൂരപ്പനാണെന്നാണ് ഇത് എഴുതിക്കൊണ്ടിരിക്കുന്ന ഭട്ടതിരിപ്പാട് പറയുന്നത്. ആ മത്സ്യാവതാര മൂർത്തിയുടെ ആ വൈഭവം അത് അദ്ദേഹം ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ ഭഗവാന്റെ ആ നിർദ്ദേശപ്രകാരം തോണിയെ, ഭൂമിദേവിയാണുള്ള തോണി, അതിൽ സപ്തർഷികളുമുണ്ട്, സത്യവ്രത മഹാരാജാവുമുണ്ട്. ആ തോണിയെ തൻ്റെ മത്സ്യത്തിൻ്റെ കൊമ്പുണ്ടാവുമല്ലോ, കൊമ്പുള്ള മത്സ്യമാണ്, അപ്പോൾ അതിനവിടെ കെട്ടി എന്നാണ് പറയുന്നത്. മത്സ്യാവതാര മൂർത്തിയായ ഗുരുവായൂരപ്പൻ ഭൂമിയാകുന്ന തോണിയെ സ്വന്തം ഇഷ്ടപ്രകാരം വലിച്ച് പ്രളയജലത്തിൽ സഞ്ചരിച്ചു. ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും തോണിയിലിരിക്കുന്ന മഹർഷിമാർക്കും രാജർഷിക്കും ഭഗവാൻ കാണിച്ചു കൊടുത്തു. സത്യവ്രത രാജർഷി ഭഗവാനെ വേണ്ടതുപോലെ സ്തുതിച്ചു. തോണിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് പരമാത്മ തത്വജ്ഞാനത്തെ മത്സ്യാവതാരമൂർത്തി സഞ്ചാര സമയത്ത് ഉപദേശിച്ചു. അപ്പോൾ ഇവിടെ ഭഗവാനാണ് വലിച്ചു കൊണ്ടുപോകുന്നത് ഈ തോണിയെ. അപ്പോൾ തോണിയിലുള്ളത് സപ്തർഷികളും സത്യവ്രത രാജാവാണ്. അപ്പോൾ ലോകം മുഴുവൻ ഇങ്ങനെ കണ്ടുകൊണ്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. കൽപ്പത്തിൻ്റെ അവസാനത്തിൽ ബ്രഹ്മാവിൻ്റെ രാത്രി സമയമായ രാത്രി കൽപ്പത്തിലാണ് കൽപ്പാന്ത പ്രളയം. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പകൽ കൽപ്പമായി. അപ്പോൾ വീണ്ടും സൃഷ്ടി തുടങ്ങുന്നു. അങ്ങനെയാണ് ബ്രഹ്മാവിൻ്റെ സൃഷ്ടിക്രമം എന്ന് പറയുന്നത്. ബ്രഹ്മാവിൻ്റെ പകൽക്കൽപ്പം തുടങ്ങുന്നതിന് മുമ്പ് മത്സ്യാവതാരമൂർത്തി തോണിയിൽ നിന്ന് സപ്തർഷികളെ അവരുടെ മുമ്പത്തെ സ്ഥാനത്ത് എത്തിച്ചു. അപ്പോൾ ഏകദേശം രാത്രി കൽപ്പത്തിലെ പ്രളയത്തിൽ നിന്ന് മോചിതരായി സൃഷ്ടികൽപ്പത്തിലേക്ക് നീങ്ങുകയാണ്, പകൽക്കൽപ്പത്തിലേക്ക്. അപ്പോൾ അവരെ ഒരു സ്ഥലത്ത് തന്നെ കൊണ്ട് ചെന്നാക്കി എന്നാണ് പറയുന്നത്. സത്യവ്രത രാജർഷിയെ വൈവസ്വത മനുവായി ഭഗവാൻ പ്രതിഷ്ഠിച്ചു. വൈവസ്വത മനു എന്ന പേരിൽ പിന്നീട് അറിയപ്പെടുന്നത് ഈ സത്യവ്രത രാജാവാണ്. സത്യവ്രത രാജർഷിയെ
അദ്ദേഹം ഒരു വൈവസ്വത മനുവായിട്ട് അടുത്ത ജന്മം നൽകി എന്നാണ് പറയുന്നത്. പകൽ കൽപ്പത്തിൽ 14 മന്വന്തരമുണ്ട്. അതുപോലെ രാത്രി കൽപ്പമായ കൽപ്പാന്ത പ്രളയത്തിലും അത്ര തന്നെ മന്വന്തരമുണ്ട് എന്നാണ് പറയുന്നത്. ഓരോ മന്വന്തരത്തിൻ്റെയും അധിപതിയെ മനു എന്ന പേരിലാണ് അറിയപ്പെടുക. അദ്ദേഹമാണ് മനുഷ്യവംശത്തിൻ്റെ അധിപൻ. നാം ജീവിക്കുന്ന ഇപ്പോഴത്തെ മന്വന്തരത്തെ വൈവസ്വത മന്വന്തരമെന്നും മന്വന്തരാധിപൻ വൈവസ്വത മനു മുൻ ജന്മത്തിലെ സത്യവ്രത രാജർഷിയാണ്. ആ കൽപ്പത്തിലെ പ്രളയകാലത്തുണ്ടായ ആ സത്യവ്രത രാജാവാണ് പിന്നീട് വൈവസ്വത മനുവായി നമ്മുടെ ഈ മന്വന്തരത്തിൻ്റെ അധിപനായിട്ടിരിക്കുന്നത്. വൈവസ്വത മനുവിനെ മന്വന്തരാധിപനായി അവരോധിച്ച ശേഷം മത്സ്യാവതാരമൂർത്തി വേദങ്ങളെ മോഷ്ടിച്ച ഹയഗ്രീവനെ വധിക്കുവാനായി ഓടിച്ചെന്നു. അപ്പോൾ ഇവിടെ വേദം മോഷണങ്ങൾ നടത്തിയല്ലോ. അപ്പോൾ അത് മോഷ്ടിക്കപ്പെട്ട വേദങ്ങളെ തിരിച്ചു കിട്ടാൻ വേണ്ടി ഭഗവാൻ ഹയഗ്രീവാസുരനെ മാറിടത്തെ തൻ്റെ നീളമുള്ള കൊമ്പുകൊണ്ട് പിളർത്തി അവനെ വധിച്ചു. അസുരൻ മോഷ്ടിച്ച 4 വേദങ്ങളെയും വീണ്ടെടുത്ത് സന്തോഷവാനായ ബ്രഹ്മാവിന് ദാനം ചെയ്തു. ഇതെല്ലാം ചെയ്ത ഗുരുവായൂരപ്പ തൻ്റെ ദുഃഖങ്ങളെല്ലാം അകറ്റണമേ എന്ന് പ്രാർത്ഥിച്ച് പട്ടുതിരിപ്പാടി ദശകം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം, ഈ മത്സ്യാവതാരത്തിലൂടെ ഭഗവാൻ നൽകുന്ന സന്ദേശം എന്താണെന്നും കൂടി ഭക്തന്മാരെ മനസ്സിലാക്കണം. സൃഷ്ടികർമ്മം നിർവഹിച്ച് ക്ഷീണിതനായ ബ്രഹ്മാവിന് നിദ്രയും ആലസ്യവും വന്നു. അതിനാൽ ജാഗ്രതക്കുറവുണ്ടായി. ഈ സമയത്താണ് ഹയഗ്രീവാസുരൻ വേദങ്ങളെ ബ്രഹ്മാവിൽ നിന്ന് തട്ടിയെടുത്തത്. മനുഷ്യൻ എപ്പോഴും കർമ്മരംഗത്ത് ജാഗ്രത ഉണ്ടായിരിക്കണം എന്ന സന്ദേശമാണ് ഭഗവാൻ മത്സ്യാവതാരത്തിലൂടെ നൽകിയിരിക്കുന്നത്. മത്സ്യത്തിന് പോളകളില്ലാത്തത് കൊണ്ട് കണ്ണുകൾ എപ്പോഴും തുറന്ന അവസ്ഥയിലായിരിക്കും. കണ്ണുകൾ ഒരിക്കലും അടയ്ക്കാതെ സദാസമയം ജാഗ്രതയോടെ ജീവിക്കുന്ന മത്സ്യത്തിൻ്റെ ജാഗ്രത മനുഷ്യൻ സ്വീകരിക്കേണ്ടതാണ്. ജാഗ്രത കുറയുമ്പോഴാണ് അപകടങ്ങൾ സംഭവിക്കുന്നത്. കർമ്മത്തിൽ ഏർപ്പെടുമ്പോൾ സദാ ജാഗരൂകരാകുക എന്ന സന്ദേശമാണ് നമുക്ക് ലഭ്യമാകുന്നത്. നമസ്തേ.